നമ്മുടെ സമരങ്ങളിൽ ഉപയോഗിക്കാറുണ്ടല്ലോ. പക്ഷേ വളരെ വിചിത്രമായ ഒരു സംഭവം ഉണ്ടായത്, രാവിലെ നമ്മൾ ആരോഗ്യ പ്രശ്നങ്ങളാണല്ലോ ചർച്ച ചെയ്തത്. ഈ വെള്ളമാണ് ഈ ചീറ്റിയത്. ഇത് തീർത്തും കലക്കവെള്ളമാണ്. കണ്ടാമിനേറ്റഡ് ആണെന്ന് അങ്ങ് പറഞ്ഞത് ശരിയാണ്. അപ്പം ഞാനത് പരിശോധിക്കാൻ വേണ്ടി കമ്മീഷണർ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വെള്ളം ലബോറട്ടറിയിലേക്ക് അയച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും ഗവൺമെന്റിന് അങ്ങനെ ചിന്തയില്ല. വാട്ടർ അതോറിറ്റിയിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ്, വാട്ടർ ക്യാനിൽ നിറച്ചിട്ടാണ് ജലപീരങ്കി പ്രയോഗിക്കാറുള്ളത്. എല്ലാ കാലഘട്ടവും അങ്ങനെ തന്നെയാണ്, അല്ലാണ്ട് വേറെ എങ്ങനെ. പിണറായി വിജയന്റെ വായടപ്പിച്ച് രാഹുൽ മാങ്കൂട്ടം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. പിണറായി വിജയൻ സമരക്കാർ ദേഹത്തൊഴിച്ചത് വേസ്റ്റ് വെള്ളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കുപ്പിയിലൊരു വെള്ളം, കലക്ക വെള്ളം എടുത്തുകൊണ്ട് പോയി നിയമസഭയിൽ കാണിച്ച് പരിഹാസ്യനായിരുന്നു നമ്മളെല്ലാവരും കണ്ടതാണ്. അതിന് ചുട്ട മറുപടിയുമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടം വന്നേക്കുന്നത്. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. എല്ലാവരും കമൻറ്റ് ചെയ്യണം. വീഡിയോ കാണുന്നവരെല്ലാം ലൈക്കും ചെയ്ത് കമൻറ്റും ചെയ്ത്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിലും ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കുക. അപ്പം രാഹുൽ എന്നൊരു വ്യക്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രസ്ഥാനത്തിന് ഈ അകത്താണെങ്കിലും പുറത്താണെങ്കിലും പുള്ളി ശക്തമായിട്ടാണ് തിരിച്ചടിക്കുന്നത്, അല്ലേ? അതും തിരിച്ചടിക്കുന്ന ഓരോ കാര്യങ്ങളും നല്ല വ്യക്തമായി, നല്ല വിശദീകരിച്ച് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നല്ല കൃത്യമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അപ്പം നമ്മൾ കണ്ടതാണ് നാടകീയമായിട്ടുള്ള രംഗങ്ങളൊക്കെ. ഇപ്പോൾ രാഹുൽ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 10 വർഷം ഐസ്ക്രീം വെള്ളമാണോ അല്ലെങ്കിൽ മറ്റേ രസ്നാപ്പൊടി ഇട്ട വെള്ളമാണോ സമരക്കാരന് നിങ്ങളുടെ പോലീസ് ഞങ്ങളുടെ മേയത്ത് ഒഴിച്ചുകൊണ്ടിരുന്നതെന്നാണ് രാഹുൽ ചോദിക്കുന്നത്. ശരിയല്ലേ? ഇതേ സെയിം വെള്ളമാണ് അന്നും ഒഴിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പം ഞാൻ രാഹുൽ പങ്കുവെച്ച പോസ്റ്റ് ഇവിടെ വായിക്കാം. അതിനുശേഷം 1-2 ക്ലിപ്പുകളൊക്കെ ഞാൻ വായിക്കാം. റിനിയുടെ ഒരു ക്ലിപ്പും കൂടെ ഞാൻ വയ്ക്കാം. അപ്പം പിണറായി വിജയൻ്റെ ഒരു ക്ലിപ്പും ഞാൻ വയ്ക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തല മറുപടി പറയുന്നൊരു ക്ലിപ്പ് അതും കൂടെ ഞാൻ വയ്ക്കാം. അങ്ങനെ കുറച്ച് ക്ലിപ്പുകളുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഫുള്ള് കാണുക, സ്കിപ്പ് ചെയ്യാതെ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ രാഹുൽ പങ്കുവെച്ച് 2 പോസ്റ്റുകളാണ് രാഹുൽ പങ്കുവച്ചിട്ടുള്ളത്. പ്രതിപക്ഷ സമരക്കാരുടെ ദേഹത്ത് അടിച്ച ജലപീരങ്കിയിലെ വെള്ളം മലിനജലമാകുന്നു എന്ന് വിജയൻ. മിസ്റ്റർ വിജയൻ, നിങ്ങളുടെ ഭരണകാലത്ത് ഞങ്ങളുടെ ദേഹത്ത് അടിച്ചത് പനിനീരോ മിനറൽ വാട്ടറോ അല്ലായിരുന്നു. അന്ന് ഡ്രസ്സിൻ്റെ നിറം മാറിയത് കളർ ഇളകിയത് കൊണ്ടല്ല, പോലീസിൻ്റെ ലാത്തിയും ഗ്രനേഡും ഏറ്റുവാങ്ങി ഞങ്ങളുടെ ചോര വീണതുകൊണ്ടായിരുന്നു. പ്രതിപക്ഷ യുവജന നേതാക്കളോടാണ് 10 കൊല്ലത്തിന് ശേഷം ആദ്യമായി തെരുവിൽ ഇറക്കിയത് കൊണ്ടാണ് ഈ ചൊറിച്ചിൽ. അതങ്ങ് ശീലമായിക്കൊള്ളും സമരാഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് രാഹുലിൻ്റെ ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട് പോസ്റ്റിനകത്ത്. പുള്ളിക്കാരൻ്റെ മേലെ ശക്തമായിട്ടുള്ള ജലപീരങ്കി അടിക്കുന്ന ഒരു ഫോട്ടോയും വെച്ചിട്ടുണ്ട്. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടമൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് സമരങ്ങളിൽ മുൻപിൽ നിന്ന വ്യക്തികളാണ്, അല്ലേ? ഇനി അടുത്തൊരു പോസ്റ്റ്, കലക്കവെള്ളവുമായിട്ട് നിൽക്കുന്ന പിണറായി വിജയനുണ്ട്, വെള്ളം കോരിയെടുക്കുന്ന പ്രവർത്തകനുണ്ട്. ആ ഒരു വീഡിയോ കൂടെ ഞാൻ വെച്ച് തരാം. ആ പോസ്റ്റും കൂടെ ഞാൻ ഇവിടെ വായിക്കാം. രാജനും വിജയനും ഒക്കെ എത്ര വലിയ കള്ളന്മാരാണെന്നത് ഇതിൽ വലിയ തെളിവ് വേണോ? റോഡിൽ വെള്ളം വീണാൽ ചെളിവെള്ളം അല്ലാണ്ട് പിന്നെ സോഡാ സർബത്താകുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, റോഡിലെ ചെളിവെള്ളത്തിൻ്റെ കൂടെ പച്ചവെള്ളം വീണാൽ അത് സോഡാ സർബത്താകില്ലല്ലോ. അത് ചെളിവെള്ളം തന്നെയല്ലേ ആവും എന്നാണ് രാഹുൽ ചോദിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ആ ചെളിവെള്ളം വാരിക്കൊണ്ട് പോകുന്ന ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് തരാം. അതുകൊണ്ട് നിങ്ങളത് കണ്ടു നോക്കേ. ഇത്രയും ചെളിവെള്ളം, ഇങ്ങനെയുള്ള വെള്ളം കൊണ്ടാണ് നിങ്ങൾ അടിക്കണം. ഇത് കുടിക്കാനല്ലെന്നാ തമാശ പറയണ. അടിക്കാറില്ല, വളരെ മോശമായി. സാധാരണ വെള്ളം കൊണ്ട് നിരവധി സമയം ഇതിനോടാണ് നടത്തിയിട്ടുള്ളത്. കുടിക്കാനാണോ നമ്മൾ സാമ്പാർ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. സാമ്പാർ ഓക്കെ, ഈ വെള്ളമാണ് കുപ്പിയിലാക്കിക്കൊണ്ട് പിണറായി വിജയൻ സ്റ്റാർ ആവുമെന്ന് പറഞ്ഞിട്ട് നിയമസഭയിലേക്ക് കയറി വന്നത്.
സ്റ്റാർ ആവാൻ വന്ന പിണറായി വിജയൻ ആസായിട്ട് ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ എന്നാലും പിണറായി വിജയൻ പറയുന്ന ചെളിവെള്ളം എടുത്ത് പറയുന്ന ഒരു വീഡിയോ മാസാവാൻ നോക്കി വന്ന ഒരു മീഡിയനെ കൂടെ വെക്കാതെ നിങ്ങളൊന്ന് കണ്ടുപോകെ. കേരളത്തിലെ AIYF-ഉം AISF-ഉം യുവജന വിദ്യാർത്ഥി സംഘടനകൾ സംയുക്തമായി ഇവിടെ നടത്തിയിരുന്നു നിയമസഭാ മാർച്ച്. ആ മാർച്ചിനെ പോലീസ് നേരിട്ടത് അവർ ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ടാണ്. ജലപീരങ്കി സാധാരണ നമ്മുടെ സമരങ്ങളിൽ ഉപയോഗിക്കാറുണ്ടല്ലോ. പക്ഷേ വളരെ വിചിത്രമായ ഒരു സംഭവം ഉണ്ടായത് രാവിലെ നമ്മൾ ആരോഗ്യ പ്രശ്നങ്ങളാണല്ലോ ചർച്ച ചെയ്തത്. ഈ വെള്ളമാണ് ഈ ചീറ്റിയത്. ഇത് തീർത്തും കലക്കവെള്ളമാണ്. ഇത് നമ്മുടെ പുതിയ ആൾക്കാർക്ക് അറിയില്ല. ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞു തീർക്കുമല്ലോ. ഞാൻ പറയട്ടെ, നിങ്ങളെന്തിനാ വേവലാതിപ്പെടുന്നു? മറുപടി പറയേണ്ടവരവിടെ ഇരിക്കുന്നില്ല, അവർ പറഞ്ഞോളുമല്ലോ. ഇത് കലക്കവെള്ളമാണ്, ഏതോ തോട്ടിൽ നിന്നെടുത്ത വെള്ളമായിരിക്കും. ഇവിടെ സാർ രാവിലെ നമ്മൾ അതിഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്തത്. ഇത് അമീബിക് മസ്തിഷ്ക ജ്വരമടക്കം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വെള്ളമായിരിക്കും. അത്തരത്തിലുള്ളൊരു വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യം എന്താണ്? സാധാരണ വെള്ളം തന്നെ ഉപയോഗിക്കാമല്ലോ. ഇതാണ് പ്രശ്നം. ജലപീരങ്കി ഉപയോഗിച്ചു എന്നത് സാധാരണ നടക്കുന്ന കാര്യമായിരിക്കും. പക്ഷേ വെള്ളം ഈ തരത്തിൽ ഉപയോഗിക്കാമോ? അതാണ് പ്രശ്നം. അത് ഗൗരവമായി ഗവൺമെൻറ് കാണേണ്ട ഒരു പ്രശ്നമാണ്. എന്താണ് ആഭ്യന്തരമന്ത്രിക്ക് അതിൽ പറയാനുള്ളത് എന്ന് അറിയുന്നത് നല്ലത്. ഈ കഴിഞ്ഞ 10 കൊല്ലവും ഈ വെള്ളം തന്നെയാണല്ലോ ഒഴിച്ചുകൊണ്ടിരുന്നത്. അന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ 10 കൊല്ലം കേരളം ഭരിച്ച മുഖ്യമന്ത്രിക്ക് അന്നൊന്നും തോന്നാത്ത ഈ ഒരു ആരോഗ്യ പ്രശ്നം ഇപ്പം എങ്ങനെ തോന്നുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളതല്ലേ. കഴിഞ്ഞ 10 കൊല്ലവും ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെള്ളം തന്നെയാണ് ഇത്. ഓക്കെ, ഇനി ഈ ഒരു മറുപടി നമ്മളെ രമേശ് ചെന്നിത്തല, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയുന്നുണ്ട്. കഴിഞ്ഞ 10 കൊല്ലം ഉപയോഗിച്ചിരുന്ന വെള്ളം തന്നെയാണ്, വാട്ടർ അതോറിറ്റിയിൽ നിന്നുള്ള വെള്ളം തന്നെയാണ് ഇതെന്നാണ് പറയുന്നത്. ഈ 10 കൊല്ലം എനിക്ക് തോന്നുന്നു ഇതൊന്നും വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നത് അത് എന്തായാലും ഈ വെള്ളങ്ങൾ ശേഖരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കാണത്തില്ല. അപ്പം ക്ലീൻ ചെയ്യാത്തത് കഴിഞ്ഞ 10 കൊല്ലം ഭരിച്ചിരുന്ന സർക്കാരിൻ്റെ കയ്യിലെ പിഴവല്ലേ. അത് ക്ലീൻ ചെയ്യുക, പ്രോപ്പറായിട്ടത് വെള്ളം ശുദ്ധീകരിച്ച് വെക്കുക, ഇതൊക്കെ അവരുടെ കയ്യിലെ മിസ്റ്റേക്കാണ്. അപ്പോൾ അങ്ങനെ അതിനെതിരെ ഒരു പ്രതികരണവുമായിട്ട് അപ്പം തന്നെ രമേശ് ചെന്നിത്തല പ്രതികരിക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ കൂടെ നിങ്ങൾ കണ്ടുപോകെ. ഒരു സമരത്തെ തുടർന്നാണ് അവിടെ ജലപീരങ്കി പ്രയോഗിക്കേണ്ടി വന്നത്. കേരളത്തിൽ ആദ്യമായിട്ടല്ല ജലപീരങ്കി പ്രയോഗിക്കുന്നതെന്ന് മുൻ മുഖ്യമന്ത്രിക്ക് അറിയാവുന്ന കാര്യമാണ്. ബാരിക്കേഡിൻ്റെ പുറത്തേക്ക് ആളുകൾ കയറുമ്പോൾ സ്വാഭാവികമായി പോലീസ് ജലപീരങ്കി പ്രയോഗിക്കാറുണ്ട്. ജലപീരങ്കിക്കുള്ള വെള്ളമെടുക്കുന്നത് കേരള വാട്ടർ അതോറിറ്റിയിൽ നിന്നാണ്. അങ്ങേക്ക് അറിയാവുന്ന കാര്യമാണ്. വാട്ടർ അതോറിറ്റിയിലെ വെള്ളമാണ് പോലീസ് ആ ടാങ്കറിൽ നിറയ്ക്കുന്നത്. ആ വെള്ളം ചീറ്റിച്ച് കഴിഞ്ഞപ്പോഴാണ് അങ്ങ് ഈ പറഞ്ഞതുപോലൊരു സംഭവം ഉണ്ടാകും. ഒന്നിൽ പഴയ കാലത്ത് ഈ ടാങ്കറിൽ ഉണ്ടായിരുന്ന അഴുക്കാണോ എന്നറിയില്ല. ഏതായാലും ഈ വെള്ളം കണ്ടാമിനേറ്റഡ് ആണെന്ന് അങ്ങ് പറഞ്ഞത് ശരിയാണ്. അപ്പം ഞാനത് പരിശോധിക്കാൻ വേണ്ടി കമ്മീഷണർ ഓഫ് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വെള്ളം ലബോറട്ടറിയിലേക്ക് അയച്ചിരിക്കുകയാണ്. ഒരു കാരണവശാലും ഗവൺമെൻറ്റിന് അങ്ങനെ ചിന്തയില്ല. വാട്ടർ അതോറിറ്റിയിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് വാട്ടർ ക്യാനെ നിറച്ചിട്ടാണ് ജലപീരങ്കി പ്രയോഗിക്കാറുള്ളത്. എല്ലാ കാലഘട്ടവും അങ്ങനെ തന്നെയാണ്, അല്ലാണ്ട് വേറെ എങ്ങൊന്നും എടുക്കില്ല. എന്താണ് ഈ വെള്ളത്തിൽ സംഭവിച്ചതെന്നുള്ളത് പരിശോധിച്ചിട്ട് ഞാൻ ഈ സഭയ്ക്ക് റിപ്പോർട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതിനൊക്കെ ചുട്ട മറുപടി കൊടുക്കണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടം തന്നെ വേണം അല്ലേ. പുള്ളി ഇനി പ്രസ്ഥാനത്തിനകത്താണെങ്കിലും പ്രസ്ഥാനത്തിന് വെളിയിലാണെങ്കിലും പുള്ളി പറയേണ്ടത് മുഖത്ത് നോക്കി, ആരുടെയും മുഖത്ത് നോക്കി പറയും അല്ലേ. നട്ടലുള്ളൊരു രാഷ്ട്രീയ നേതാവ് തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടം. ഒരുപക്ഷേ പുള്ളിയെ ഇപ്പോൾ പുറത്ത് ചാടിച്ചില്ല, അതിലൊരു മന്ത്രിയായിട്ടിരിക്കേണ്ട വ്യക്തി തന്നെയായിരുന്നു. ഇവിടെ ഒരു രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട് റിനി പണ്ട് അന്ന് ഇപ്പം ഈ റിനിയാണല്ലോ രാഹുൽ എന്നൊരു വ്യക്തിയെ ഇങ്ങനെ ആക്കിയത്. പുള്ളിയുടെ ഈ പറഞ്ഞിട്ടുള്ള പാർട്ടിയിൽ നിന്ന് വരെ പുള്ളി പുറത്താവാനുള്ള കാരണം റിനിയാണല്ലോ. അവരന്ന് പറഞ്ഞൊരു ക്ലിപ്പ് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കാണാനിടയുണ്ടായി. അപ്പോൾ അതിനകത്ത് അവർ പറയുന്നത് നിങ്ങളൊന്ന് കേട്ട് നോക്കി. ഇന്ന് വരെ ഒരു പരാതിയോ രാഹുലിൻ്റെ ഭാഗത്തുനിന്ന്
ഒരു മോശം അനുഭവം ഉണ്ടായെന്ന് പറയുന്നത് റിനി ഇന്ന് വരെ ഒരു പരാതി കൊടുക്കാനോ അതിൻ്റെ തെളിവ് കാണിക്കാനോ തയ്യാറായില്ല. രാഹുൽ മാങ്കൂട്ടം തന്നെ എന്തോ ചെയ്യാനങ്ങോട്ട് പ്രേരിപ്പിച്ചെന്നാണ് റിനി അന്ന് പറഞ്ഞത്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. സത്യം പറഞ്ഞാൽ ഇതിന് ഈ ഒരു റിനി പറയുന്ന വെളിപ്പെടുത്തൽ ഞാനിത് കണ്ടില്ല. ഇത് സ്ക്രോൾ ചെയ്ത സമയത്ത് എനിക്ക് കയറി വന്നൊരു സംഭവമാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക റിനി പറയുന്നത് എന്താണ്. ചാനൽ ചർച്ചയിലാണെങ്കിലും ഇതിലാണെങ്കിലും സമരമുഖങ്ങളിലാണെങ്കിലും എല്ലായിടത്തും സജീവമായിട്ട് നിൽക്കുന്ന ഒരു നേതാവ്. അത് ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ശരിക്കും ഫയർ ചെയ്തു, നന്നായിട്ട് ഫയർ ചെയ്തു. അതിനുശേഷം കുറെ നാൾ പിന്നീട് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ വീണ്ടും അത്തരത്തിലുള്ള വിഷയം ആ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളോട് സംസാരിച്ചു. അതിനുശേഷവും ഈ വ്യക്തിയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന് പറയുമ്പോൾ എക്സ്പോസ് ചെയ്യപ്പെടേണ്ടതല്ലേ? എക്സ്പോസ് ചെയ്യപ്പെടണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയുമെങ്കിലും ഒക്കെ പറയാൻ തയ്യാറായത്. എക്സ്പോസ് ചെയ്യപ്പെടണം. സമൂഹ മാധ്യമങ്ങളിലെല്ലാം ആ വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വന്നതുമാണ്. അപ്പൊ അത് തന്നെ ഹൂ കെയേഴ്സ്. അതാണ് സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നുള്ള ഒരു നിലപാടുണ്ടോ? അങ്ങനെ ഒരു നിലപാട് എനിക്ക് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ, പക്ഷെ അതുണ്ടായില്ല. ഇത്രയൊക്കെ ഒരു അനുഭവം ഉണ്ടായെന്ന് പറയുന്നത് റിനി എന്തുകൊണ്ട് പേര് പറയുന്നില്ല? ഊക്കേഴ്സ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് തെളിവ് കാണിക്കുന്നില്ല? ചാറ്റ് ലിസ്റ്റിൻ്റെ അല്ലെങ്കിൽ വോയിസ് റെക്കോർഡിൻ്റെ ഇത്രയൊക്കെ കയ്യിലുള്ള വ്യക്തി എന്തുകൊണ്ട് ഇതൊന്നും കാണിക്കുന്നില്ല? ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണ്. രാഹുലിനും അറിയാം. രാഹുലിനെതിരെ പരാതി പറഞ്ഞിട്ടുള്ള റിനിയാണെന്ന്. ഈ ഒരു ആരോപണം കൊണ്ട് ഇവിടം വരെ എത്തിച്ച റിനിയാണെന്ന്. പിന്നെ എന്തിനാണ് ഇനിയും പേടിച്ചിരിക്കുന്നത്? ഇനിയെങ്കിലും തെളിവൊന്ന് കാണിച്ചൂടെ? കാണിക്കത്തില്ല. അങ്ങനെ ഒരു സാധനം ഇല്ലാത്തതുകൊണ്ട് കാണിക്കത്തില്ല. എങ്ങനെയെങ്കിലും രാഹുലിനെതിരെ ഒരു ആരോപണം കൊണ്ടുവരണമായിരുന്നു. അതായിരുന്നു ഉദ്ദേശം. അത് നല്ല ഭംഗിയായിട്ട് നടന്നു. ഓക്കെ, ഇനി ഞാനിവിടെ സാജൻ സക്രിയ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കലക്കവെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് സാജൻ സക്രിയയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. പുള്ളി പറയുന്നത് കണ്ടു നോക്കിയ. ജയിലിൽ അടച്ചിട്ട ആ യുദ്ധത്തിന് തീ പിടിച്ചത് വാസ്തവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒറ്റ വിഷയത്തിലാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ നിശബ്ദനായിരുന്നു. മന്ത്രിയോ ഒരുപക്ഷെ MLA ഒക്കെ ആകാൻ കഴിയുമായിരുന്ന കേരളത്തിൽ ഏറ്റവും ശക്തമായി അടുത്ത 5 വർഷം നിൽക്കേണ്ട നേതാവാണ് നിശബ്ദനായി കഴിയേണ്ടി വരുന്നത്. പക്ഷേ ഇടവേളയ്ക്ക് ശേഷം രാഹുൽ വീണ്ടും തൻ്റെ അതിശക്തമായ സോഷ്യൽ മീഡിയ ഇടപെടലുമായി രംഗത്ത് വന്നു. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇട്ട പോസ്റ്റിന് നൊടിയിടയിൽ ലക്ഷക്കണക്കിന് ലൈക്കും ആയിരക്കണക്കിന് കമൻറ്റുമാണ് ഉണ്ടായത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ എങ്ങനെയെങ്കിലും ക്ലിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന പിണറായിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വജ്രായുധം മടക്കിക്കൂട്ടി പമ്പയാറ്റിലെറിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ. AIYF ഇന്നലെ തിരുവനന്തപുരത്ത് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിനോടനുബന്ധിച്ച് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. അതിലാർക്കും ഒരു പുതുമയും തോന്നുന്നില്ല. കഴിഞ്ഞ 10 വർഷവും നിരവധി യൂത്ത് കോൺഗ്രസ് യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലടക്കം നിരപരാധികളായ പലരും പോലീസിന്റെ തല്ലേൽക്കുകയും കള്ളക്കേസിൽ ജയിലിൽ കിടക്കുകയും അനേകം തവണ ജലപീരങ്കിക്ക് ഇരയാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ 10 വർഷം സമരം ചെയ്തിട്ടില്ലാത്ത ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾക്ക് ഒരു തല്ല് കിട്ടുമ്പോഴും ഒരു ജലപീരങ്കി വീഴുമ്പോഴും ആകപ്പാടെ ഒരു വെപ്രാളമാണ്. ആ വെപ്രാളം അവരുടെ മനോവീര്യം കെടുത്തുകയും സമരത്തിൽ നിന്ന് പിന്മാറാൻ സാഹചര്യമൊരുക്കും എന്ന് ആശങ്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം കൂടി രൂപപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ ജലപീരങ്കി പ്രയോഗത്തിലെ വെള്ളം റോഡിൽ നിന്ന് കോരിയെടുത്ത് സയൻസ് സെക്രട്ടറി പറയുന്ന പോലെ ഇതിനകത്ത് വലിയ പ്രത്യേകതയും തോന്നുന്നില്ല. കഴിഞ്ഞ 10 കൊല്ലം ഇവർ ഉപയോഗിച്ച വെള്ളവും ഇവർ ചെയ്ത പ്രവൃത്തിയും ഇത് തന്നെയാണ്. ഇതിനകത്ത് വലിയ പുതുമയൊന്നുമില്ല. പിന്നെ എന്തിനാണ് ഇപ്പം ഇങ്ങനൊരു നാടകം കൊണ്ടുവരുന്നത്? അതല്ല അരിഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിനെ പറ്റിയിട്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലോട് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കുക. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം.